നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വൃക്കരോഗികളുടെ സംഗമവും ഡയാലിസിസ് വിതരണവും നടത്തി. നഗരസഭാ ചെയർമാൻ P.P. എൽദോസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വൃക്കരോഗികളുടെ സംഗമവും ഡയാലിസിസ് വിതരണവും നടത്തി. നഗരസഭാ ചെയർമാൻ P.P. എൽദോസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളോട് കഴിഞ്ഞ 4 വർഷമായി അനുകമ്പാപൂർവമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ കൗൺസിൽ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നഗരസഭയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്നാണ് പ്രതീക്ഷ. ഓരോ ഡയാലിസിസ് രോഗികൾക്കും താലൂക്ക് ആശുപത്രിയിൽ സൗജന്യമായി ഡയാലിസിസ് നടത്തുമ്പോൾ പലരുടെയും ധാരണ ഇത് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സൗജന്യമായി നൽകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പണം കൊടുക്കുന്നത് നഗരസഭയാണ് എന്നുള്ള ബോധ്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് വിനയത്തോടെ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൾ സലാമിന്റെ ഓണറേറിയം ഉപയോഗിച്ചാണ് വൃക്കരോഗികൾക്ക് ഡയാലിസിസുകൾ വാങ്ങി നൽകിയത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത 20 പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഡയാലിസിസുകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ റെഡ് ക്രോസിന്റെ സംഭാവനയായ 20,000 രൂപ 5 രോഗികൾക്കായി നൽകുകയും ചെയ്തു. സഹായധന വിതരണം റെഡ് ക്രോസ് ചെയർമാൻ ജോർജ് എബ്രഹാം നിർവഹിച്ചു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് കുര്യാക്കോസ്, നിസ അഷറഫ്, കൌൺസിലർമാരായ ജോളി മണ്ണൂർ, നജില ഷാജി, അമൽ ബാബു, സെബി കെ സണ്ണി, ഡോക്ടർ മീന, ഡോക്ടർ ജോസഫ് ചാക്കോ, ഡോക്ടർ ജെല്ലി ജോർജ്, സാബു ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആശാ വർക്കർമാർ, പാലിയേറ്റീവ് പ്രവർത്തകർ, ആശുപത്രി ജീവനക്കാർ, വൃക്കരോഗികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.